രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷ്ടകർമ്മണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. യോ ബ്രഹ്മാണം വിദധാതി പൂർവം യോ വൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ തം ഹദേവമാത്മബുദ്ധിപ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ. ഹസ്തിമസ്തകമസ്തോകം വസ്തു സ്വസ്തികൃതസ്തു ന യത്തു പ്രത്യൂഹവിധ്വസ്തിം വിധത്തെ വസ്തുതസ്തുതം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഒരു വൈദ്യൻ രോഗികൾക്ക് ഉപദേശങ്ങൾ കൊടുക്കും, ഔഷധങ്ങൾ കൊടുക്കും. ഇന്ന സമയത്ത് ഇന്ന അളവിൽ അത് സേവിക്കണം. ഔഷധം സേവിച്ചാൽ മാത്രം പോരാ, പഥ്യം വേണമെന്നാണ്. മരുന്നൊക്കെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് എത്ര കയ്പുള്ളതാണെങ്കിലും കൃത്യമായിട്ട് കഴിക്കും. അതൊക്കെ നല്ലോണം കേട്ട്. പക്ഷേ പിന്നെയും കുറേ കാര്യങ്ങൾ പറയും വൈദ്യൻ. ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്, അത് കുറേ എണ്ണം ഉണ്ടാവും. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കില്ല. അതൊന്നും ശ്രദ്ധിക്കാതിരുന്നാൽ പിന്നെ എത്ര മരുന്ന് കഴിച്ചിട്ട് എന്ത് പ്രയോജനം? ഇതുപോലെയാണ് ശാസ്ത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്. ഇതിനാണ് ധർമ്മം എന്ന് പറയണത്. എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് ധർമ്മം എന്ന്. പല നിർവചനങ്ങളും അതിന് പറയും. എത്രയോ നിർവചനം കേട്ടാലും എന്താണ് ധർമ്മം എന്ന് ചോദിച്ചാൽ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അധികം ആളുകൾക്ക്. എന്താ കാരണം? ലളിതമായിട്ട് വേണ്ട പോലെ അത് ധരിക്കുന്നില്ല. അതാ ഒരാചാര്യൻ വ്യാഖ്യാനിച്ച് തന്നേക്കുക. എന്താണ് ധർമ്മം എന്ന് ചോദിച്ചാൽ വേദോക്തം കർത്തവ്യം കർമ്മ ധർമ്മ എന്നാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അത്. വേദങ്ങളിലെ ശാസ്ത്രങ്ങളിലൊക്കെ നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ള കർത്തവ്യം എന്താണോ ഇന്ന് ചെയ്യാനായിട്ട് പറഞ്ഞത് അതൊക്കെ ധർമ്മം. ചുരുക്കം പറഞ്ഞാൽ മനുഷ്യൻ്റെ കർത്തവ്യം എന്നർത്ഥം. കർത്തവ്യത്തിനാണ് ധർമ്മം. ഓരോരുത്തർക്ക് ഓരോന്നാവും കർത്തവ്യം. ഒരു വിദ്യാർത്ഥിക്ക് എന്ന് പറഞ്ഞാൽ ആ ആളുടെ കർത്തവ്യം പഠനം. ഗുരുവിനെ വേണ്ട പോലെ സന്തോഷിപ്പിച്ച് ഗുരുവിൻ്റെ അടുക്ക് നല്ലതായിട്ട് പെരുമാറുക. അപ്പോഴല്ലേ മനസ്സിനൊരു സന്തോഷം ഗുരുവിനുണ്ടാവും. ഇവന് നല്ല അറിവുണ്ടാവട്ടെ എന്ന് ഒരു തോന്നലുണ്ടാവും. അത് ഗുരു വലിയ പണ്ഡിതനാവുമൊന്നും വേണ്ട. ഒരാളുടെ മനസ്സിനെ അങ്ങനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വലിയ അനുഗ്രഹം. എല്ലാ നന്മയും അതുകൊണ്ട് ഉണ്ടാവുന്ന. അപ്പോൾ ഗുരുക്കന്മാരെ അവർക്ക് എത്ര പാണ്ഡിത്യമുണ്ട് അതൊന്നും നോക്കണ്ട. അവരെ സന്തോഷിപ്പിക്കുക, അവർ പറഞ്ഞതനുസരിക്കുക, ശ്രദ്ധയോടുകൂടി കേൾക്കുക. എന്നാൽ തന്നെ ഗുരുവിന് അത് നല്ല സന്തോഷം ഉണ്ടാവും. ആ ഗുരുവിൻ്റെ സന്തോഷം ശിഷ്യന്മാർക്ക് നന്മ വരട്ടെ എന്നാൽ പ്രാർത്ഥിക്കുക നല്ല ഗുരുക്കന്മാർ. ആ ഒരു പ്രാർത്ഥന മതി ശിഷ്യനെല്ലാ യോഗ്യത ഉണ്ടാവാൻ.
ഗുരുവിനേക്കാൾ വലിയ ശിഷ്യന്മാരായിട്ട് തീരും അവർ. ഇതാണ് ആ അനുഗ്രഹത്തിന് വലിയ ഒരു പ്രാധാന്യം. അങ്ങനെ ഗുരു ശുശ്രൂഷയാ എന്നാണ്. ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ സന്തോഷിപ്പിക്കുക. ഇനി സന്തോഷിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും വിഷമിപ്പിക്കാതെ നോക്കുക, എന്നാൽ തന്നെ വലിയ കാര്യമായിരുന്ന. ഇതാണ് ആ ഗുരുവിൻ്റെ അനുഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ള ആ ഗുരുനാഥൻ തന്നെ, ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ. ഭഗവാന്റെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് അതിന് വ്യാഖ്യാനമായിട്ടും ശാസ്ത്രങ്ങളുണ്ടാവും. ഏതായാലും വേദങ്ങളും അതിൻ്റെ സാരങ്ങളായിട്ടുള്ള ശാസ്ത്രങ്ങൾ മനുഷ്യൻ്റെ കർത്തവ്യം പറഞ്ഞു തരുന്നു. അതാണ് ധർമ്മോപദേശം. ധർമ്മഃ പ്രോജ്ഹിതകൈതവോത്ര പരമഃ. നിഷ്കപടമായിട്ടുള്ള കർമ്മം അനുഷ്ഠാനം, കർത്തവ്യാനുഷ്ഠാനം. വല്ലവർക്കും വേണ്ടി ആവരുത്. ആചാര്യന്മാരെ സ്മരിച്ചുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അതാണ് ആ ധർമ്മം. അതാണ് ഭാഗവതത്തിൽ 18,000 ഗ്രന്ഥങ്ങളിൽ വർണ്ണിക്കുന്നത്. പല പല ഉദാഹരണങ്ങൾ, അതാണ് കഥകൾ. ഉദാഹരണം ചിലപ്പോൾ ഇങ്ങനെ അരുത് എന്നുള്ളതിന് ഉദാഹരണം ഉണ്ടാവും, ഇങ്ങനെ ചെയ്യണം എന്നുള്ളതിന് ഉദാഹരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല പല കഥകൾ വേണ്ടി വരും. അങ്ങനെ 100 പ്രകരണമായിട്ട് ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ കിരേണ ഭാഷിതം. പാടുന്ന ആൾ ശുകബ്രഹ്മർഷി. ശരീര അഭിമാനം പോലുമില്ലാതെ അങ്ങനെയുള്ള ഒരു മഹാത്മാവ്, ആത്മാരാമനായിട്ടുള്ള ആൾ. കേൾക്കുന്ന ആൾ അതുപോലെ തന്നെ മറ്റെല്ലാം വിട്ടുകൊണ്ട് ഭഗവത് കഥാശ്രവണം, ഇതിനു വേണ്ടിയാണ് മനുഷ്യന്മം തന്നേക്കണമെന്ന് മനസ്സിലാക്കി അതിന് മാത്രം ഉപയോഗിക്കുന്ന ഒരാൾ. അങ്ങനെയാണ് വക്താവിനെയും ശ്രോതാവിനെയൊക്കെ അവിടെ നമ്മൾ കണ്ടു. 1-ാമത്തെ സ്കന്ധത്തിൽ തന്നെ 19 അധ്യായങ്ങളെ കൊണ്ട്. അപ്പോൾ നല്ല ഒരു വൈദ്യൻ രോഗികൾക്ക് കൊടുക്കുന്ന ഉപദേശം പോലെയാണ്. എന്താണ് രോഗം എന്നാണെങ്കിൽ താപത്രയ ഉന്മൂലനം. അതാണ് ഭാഗവതത്തിൻ്റെ ഫലം. എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന, ആധ്യാത്മികമോ ആധിദൈവികമോ ആധിഭൗതികമോ ഒക്കെ ഇല്ലാതാക്കും. അതെന്ത് വേണം? അത് കേട്ട് അതിൽ പറഞ്ഞ പോലെ നമ്മളത് ജീവിതത്തിൽ പകർത്തണം. വൈദ്യൻ പറഞ്ഞ മരുന്നിൻ്റെ പേരൊക്കെ കേട്ടിട്ട് കാര്യമില്ല, അത് വേണ്ട പോലെ സേവിക്കണം. എന്നാൽ എല്ലാ ക്ലേശവും തീരും. പക്ഷെ അതിന് പ്രതിബന്ധങ്ങളായിട്ട് പല പല ശാസ്ത്രങ്ങളും അനുഭവങ്ങളും വന്നിരിക്കുക മനുഷ്യന്. ആ പ്രപഞ്ചം മിഥ്യയാണ്, ബ്രഹ്മ സത്യം, ജഗൻ മിഥ്യ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ അത് ബോധം വരും? വളരെ വിഷമം. വലിയ വലിയ ആചാര്യന്മാർ പോലും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കണം. അപ്പോൾ പലരും പലതും പറയുമ്പോൾ നമുക്ക് അദ്വൈത തത്വൈവ സത്യതരേപി ലോകാഹ. അദ്വൈതം സത്യമാണെങ്കിലും പക്ഷേ ലോകത്തിന് അത് വിശ്വസിക്കാൻ പറ്റണില്ല എന്നാണ്. എന്തുകൊണ്ടത്? വലിയ വലിയ ഋഷി തുല്യന്മാരായിട്ടുള്ള ആളുകൾ പറയണു, പ്രപഞ്ചം മിഥ്യല്ല, പ്രപഞ്ചം ഉള്ളതാണ്, ശരിക്കുള്ളതാണ്, നിത്യമാണ്, ഭഗവാൻ സൃഷ്ടിച്ചതാണ് എന്നൊരാചാര്യം പറയും. അതുപോലെ തന്നെ ജീവോ ബ്രഹ്മൈവ ന അപരഹ എന്നുള്ള അദ്വൈത വേദാന്തം അവർ സ്വീകരിക്കണില്ല. ജീവൻ വേറെ, ഈശ്വരൻ വേറെ. അവർക്ക് തമ്മിൽ ആശ്രയീ ഭാവം എന്ന് ഒരാചാര്യം പറയും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ദ്വൈതം പറയുമ്പോൾ വേഗം മനസ്സിലാവും. അതാണ് എല്ലാവരുടെയും അനുഭവം. എല്ലാവർക്കും ദ്വൈതമാണ് അനുഭവം. ഈ അനുഭവം വിട്ടുകൊണ്ട് വേറൊന്ന് പറഞ്ഞാൽ എങ്ങനെ ഉള്ളിൽ കയറണേ? എത്ര കാലം വേണം? കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം ഇതല്ല എന്ന് പറഞ്ഞാൽ അത് ബോധ്യം വരാൻ കുറേ സമയമെടുക്കും. അതാണ് അദ്വൈത തത്വൈവ സത്യതരേപി ലോകാഹ. സത്യമാണെങ്കിലും അത് മനസ്സിലാക്കാൻ വളരെ വിഷമം. അപ്പോഴാണ് അത് കേൾക്കാൻ ഒരു താല്പര്യമുണ്ടാവാനായിട്ട് കഥാരൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചു. അതാണ് പുരാണങ്ങൾ. പുരാണങ്ങളായിട്ട് വന്നു എന്ന് വിചാരിച്ച് എളുപ്പമാണെന്ന് വിചാരിക്കണ്ട മനസ്സിലാക്കാൻ.
അതിലും വളരെ വിഷമങ്ങളാണ്. കാരണം അർത്ഥവാദങ്ങളൊക്കെ പലതും ഉണ്ടാവും. അത് നമുക്കതിൽ ശ്രദ്ധ ഉണ്ടാവാൻ വേണ്ടി പല ഫലശ്രുതികളും പലതും പറയും. അപ്പോൾ അതിലൊക്കെ ആവും ശ്രദ്ധ ആളുകൾക്ക്. എങ്ങനെ ഇപ്പോൾ പുരാണമായി എളുപ്പമായി വേദാർത്ഥമാണ്. തൽ കഥാസുതു വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ എന്നൊക്കെ പറഞ്ഞാലും അത് മനസ്സിലാക്കാൻ വളരെ വിഷമം. അങ്ങനെ ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. പറഞ്ഞു തരുന്ന കാര്യമൊക്കെ നല്ലത്. അതാണ് സദാസേവ്യ. ഒരു പ്രാവശ്യം കേട്ടിട്ട് എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ പകർത്താൻ പറ്റാത്തവർ വീണ്ടും ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലത് സ്വീകരിക്കാൻ പറ്റും. ഒരു 10 കാര്യം പറഞ്ഞാൽ ഒന്നെങ്കിലും 3ഓ 4ഓ പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് പതിയും. എപ്പോഴാണ് പതിയാന്ന് പറയാൻ പറ്റില്ല, ഓരോ സന്ദർഭത്തിലാണ്. ആ മനസ്സിൻ്റെ ഓരോ അവസ്ഥ നോക്കിയിട്ടാണ് ഉള്ളിൽ കയറുന്നത്. അപ്പോൾ അതിനു വേണ്ടി അതാണ് വീണ്ടും സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥാം നിത്യം സ്വാധ്യായോധ്യേതവ്യ എന്നൊക്കെ വേദത്തിൽ. ആ പഠിച്ചതിനെ വീണ്ടും വീണ്ടും ഉരുക്കഴിക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് ഹൃദയസ്ഥമാവുകയും ചെയ്യും. ആ സമയത്ത് മറ്റ് ചിന്തകൾ കൂടാതിരിക്കും. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. അതാണ് സ്വാധ്യായോധ്യേതവ്യ. ഗുരുമുഖത്തുനിന്ന് അവനവൻ പഠിച്ച ശാഖകൾ, ആ വേദമന്ത്രങ്ങൾ നിത്യമായിട്ടത് ജപിച്ചുകൊണ്ടിരിക്കുന്നു, അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതാണ് സ്വാധ്യായോധ്യേതവ്യ എന്ന് പറയും. അവനവൻ്റെ ആ ശാഖ എല്ലാം കൂടി പഠിക്കാൻ കഴിയില്ലോ. അതുകൊണ്ട് അതാത് ശാഖകൾ ഏത് പഠിച്ചോ അത്. ഭാഗവതം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്, രാമായണമാണെങ്കിൽ അത്, നാരായണീയമാണെങ്കിൽ അത്, എന്തൊന്ന് പഠിച്ചുവോ നല്ലതാണെങ്കിൽ അത് മറക്കാതെ കൊണ്ട് നടക്കുക ഉള്ളിൽ. അതാണ് സ്വാധ്യായം. അതുകൊണ്ട് നമുക്ക് ഈ താപത്രയ ഉന്മൂലനമൊക്കെ അതുകൊണ്ട് വന്നു ചേരുന്ന. അങ്ങനെ പല പല ഗ്രന്ഥങ്ങളിലപ്പോൾ ചില ഗ്രന്ഥങ്ങളൊക്കെ കർമ്മകാണ്ഡത്തിന് പ്രാധാന്യം കൊടുക്കും. ചില ഗ്രന്ഥങ്ങളൊക്കെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട്. ഭാഗവതത്തിൽ അതെല്ലാം ഉണ്ട്. കർമ്മമുണ്ട്, ഉപാസനയുണ്ട്, ജ്ഞാനമുണ്ട്. കാണ്ഡത്രയമാണ് വേദങ്ങൾ. കാണ്ഡത്രയം 3 ഭാഗങ്ങൾ. അതൊക്കെ ജ്ഞാനം കർമ്മച ഭക്തിശ്ച, ജ്ഞാനകർമ്മ ഭക്തി യോഗങ്ങളായിട്ട്. അതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു വൈശിഷ്ട്യം. മറ്റേതേതെങ്കിലും ഒരു ഭാഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ കൂടുതലായിട്ട് വ്യാഖ്യാനിക്കും. ഭാഗവതം അതിനൊക്കെ കുറിച്ച് പറഞ്ഞ് അവസാനം ജ്ഞാനകാണ്ഡത്തിലാണ് ചെന്നെത്തി അത് സമർപ്പിക്കുക. തത്വമസി മുതലായിട്ടുള്ള വേദവാക്യങ്ങൾ പറഞ്ഞു തരും. ആ നല്ല ഗുരു ശിഷ്യന്മാരെ കാണും. അപ്പോൾ ശിഷ്യന് ബോധം വരും, ഞാൻ ഈ ശരീരമല്ല, ആത്മതത്വമാണ്, തനിക്കൊന്നും ദുഃഖിക്കാനില്ല, സച്ചിദാനന്ദമൂർത്തിയാണ് താൻ എന്ന് ഓർമ്മ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭാഗവതത്തിൽ പറയുന്നത്. എല്ലാമുണ്ട്. വലിയ ജ്ഞാനികൾക്ക് വേണമെങ്കിൽ അതിനെ പറ്റിയ ഉപദേശങ്ങൾ ധാരാളം. കർമ്മകാണ്ഡ ആസക്തന്മാർക്ക് എങ്ങനെ കർമ്മം ചെയ്യണം, കർത്തവ്യം എങ്ങനെ നിർവഹിക്കണം എന്നുപദേശിക്കുന്ന ഭാഗങ്ങൾ, ഉപാസനയ്ക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഭാഗവതത്തിൽ. അതുകൊണ്ടാണ് ഭാഗവതത്തിന് ശ്രീമദ് ഭാഗവതം ശാസ്ത്രം എന്ന പേരിട്ട്. യസ്വാനുഭാവം അഖിലശ്രുതിസാരം, അറിയേണ്ട എല്ലാ ഗ്രന്ഥങ്ങളുടെ സാരമുണ്ടെന്നാണ്. അഖിലശ്രുതിസാരം പല ഗ്രന്ഥങ്ങളിലും ഇല്ല എന്നാണ്. ഏകമേവ അദ്വിതീയം എന്ന് ഉള്ള വേദവാക്യത്തിൽ നിന്നാണ് ഇതെടുത്ത്. ഏകം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം. അധ്യാത്മദീപമാണ്, ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നത് കാര്യങ്ങളാണ് 18,000 ഗ്രന്ഥങ്ങളിലായിട്ട് വർണ്ണിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ശ്രവണ മനന ചെയ്താൽ അതിൽ മനസ്സുറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ താപത്രയ ഉന്മൂലനത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ഭാഗവത്തിൽ 10ാമത്തെ സ്കന്ധം വന്നപ്പോൾ കൃഷ്ണകഥകൾ മാത്രം വർണ്ണിച്ചു. ഭഗവാന്റെ സുന്ദര രൂപം വർണ്ണിച്ച് ഭഗവാന്റെ അത്ഭുത ലീലകൾ. ഭഗവാൻ ചെയ്യുന്നത് വലിയ കാര്യങ്ങളാണ്.
പ്രപഞ്ച സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളാണ്. പക്ഷെ അതിനൊക്കെ തന്നെ ഭഗവാന്റെ ലീലകൾ എന്ന് പറയും. എന്താ പറയണത്? നിഷ്പ്രയാസം ചെയ്യുന്ന പ്രവൃത്തി. അനായാസോ വ്യാപാര എന്നാണ്. ക്രീഡാനാമ അനായാസോ വ്യാപാര. എന്താ ഭഗവാന്റെ കളി? ക്രീഡ എന്ന് പറഞ്ഞാൽ ഒരു ക്ലേശം കൂടാതെ സങ്കല്പം, ഇച്ഛാമാത്രം ആണ്. സങ്കല്പം കൊണ്ടാണ് നടത്തണേ, ഒരു ക്ലേശിച്ചു കൊണ്ടല്ല. സാധാരണക്കാർക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ശരീരക്ലേശമുണ്ട്, മാനസിക ക്ലേശമുണ്ട്. ഭഗവാൻ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാത്തിനും ലോകവത്തു ലീലാ കൈവല്യം. വേദത്തിൻ്റെ അർത്ഥം ചിന്തിക്കുമ്പോൾ അതിനുള്ള സൂത്രത്തിൽ വേദവ്യാസ ഭഗവാൻ പറയാ ലോകവത്തു ലീലാ കൈവല്യം. ഈ പ്രപഞ്ചം എന്തിനാ? ഒന്നിൽ ആഗ്രഹമില്ലാത്ത ആളെന്തിനാ ഈ പ്രപഞ്ച സൃഷ്ടിയൊക്കെ നടത്തണേ? അതിന് ശരിക്കും ഉത്തരം പറയാൻ പറ്റില്ല. ഒരു ലീല, ഒരു കളി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞു വയ്ക്കണം. ഇതാണ് ഭഗവാന്റെ. പിന്നെ മറ്റവതാരങ്ങളെക്കാൾ വിശേഷം കൃഷ്ണാവതാരത്തിനുണ്ടല്ലോ, സ്വയം കൃഷ്ണാവതാരോ ജയതി എന്നാണ്. ഭഗവാന്റെ അവതാരം കഴിഞ്ഞപ്പോൾ പല പല യോഗങ്ങളുണ്ടായി. അതേവരെയൊക്കെ ഭക്തിയോഗാദികൾ മാത്രമേ ഉള്ളൂ. ഇത് ഭക്തി പലതായി. ദ്വേഷഭക്തി, അങ്ങനെയൊക്കെ കോപഭക്തി, സംരംഭയോഗം എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ പലതായിട്ട് തീർന്നു. എങ്ങനെ മനഃകൃഷ്ണേ നിവേശയേത് കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയേത്. ഇന്ന തരത്തിൽ വേണമെന്നില്ല, എങ്ങനെയെങ്കിലും നിങ്ങൾ മനസ്സ് വച്ചോളൂ എന്നാണ്. പലതരം കഥകൾ വർണ്ണിച്ചല്ലോ അങ്ങനെ. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കൂടുതലിഷ്ടം, ഏത് രൂപമാണോ ധ്യാനിക്കാൻ ഇഷ്ടം, അതുപോലെ ധ്യാനിച്ചോളൂ എന്നാണ് അത് വർണ്ണിച്ചത്. മറ്റവതാരങ്ങളൊക്കെ അതാത് സമയത്തുള്ള ജനങ്ങൾക്ക് അവനവൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ പറ്റാതെ വരിക. അതാണ് ധർമ്മച്ചീറ്റി എന്ന് പറഞ്ഞാൽ. ധർമ്മം ക്ഷയിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവനവൻ്റെ കർത്തവ്യം നിർവഹിക്കാതിരിക്കുക. ചിലത് മനഃപൂർവ്വമല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നല്ല കാര്യം ചെയ്യണമെന്നുണ്ടാവും. പക്ഷേ ആളുകൾ വന്ന് തടസ്സം ഉണ്ടാക്കണം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാനെ പൂജിക്കണം, ഭഗവത് കീർത്തനങ്ങൾ പാടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലരും അതിനെ തടസ്സമുണ്ടാക്കും. അവരെയൊക്കെ ഇല്ലാതാക്കുക. അതാണ്. എന്നിട്ട് സജ്ജനങ്ങൾക്ക് ഭഗവാനെ ഭജിക്കാനുള്ള കർത്തവ്യ നിർവഹണത്തിന് അവസരം ഒതുക്കൽ. ഇതാണ് ഇത് അതാത് സമയത്തുള്ളത്. കൃഷ്ണാവതാരം അങ്ങനെയല്ല. കലൗ ജനിഷ്യമാണാനാം, കലികാലത്തേക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അധികം അവതാരം. കൃഷ്ണാവതാരം കുറേയധികം 125 വർഷം പല പല ലീലകളാടി. ഇതൊക്കെ ഭാവിയിൽ ആളുകൾ വർണ്ണിച്ച് ഇത് കേട്ടാലും താൻ അവതരിച്ച ഈ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ജീവിച്ചിരുന്ന ആളെ, കൃഷ്ണനോടൊപ്പം ജീവിച്ച് ആളുകൾക്ക് കിട്ടുന്ന ഒരു പുണ്യം, ഒരു മനഃശാന്തി ഭഗവത് കഥാശ്രവണം കൊണ്ട് കിട്ടണം. അതാണ് എല്ലാവരുടെ മനസ്സിനെയും തന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള ആ ഭഗവാന്റെ അത്ഭുതമായ പ്രവൃത്തികൾ. അത് 4 തിരിച്ചുണ്ട്. അതിൽ കുറച്ച് ആ ഗോകുലത്തിൽ, പിന്നെ വൃന്ദാവനത്തിലെ അത്ഭുതലീലകൾ, പിന്നെ മധുരയിൽ, ദ്വാരകയിൽ. ഇങ്ങനെയാണ് ഭഗവാന്റെ അത്ഭുതലീലകൾ. അതിൽ മധുരാലീലകൾ ആരംഭിക്കാൻ പോകുക. അതുവരെയാണ് നമ്മൾ കേട്ടത്. അക്രൂര സ്തുതിയൊക്കെ നമ്മൾ കേട്ടു. നാരദ മഹർഷി വന്ന് പറഞ്ഞു, കംസൻ്റെ അടുക്കെ എല്ലാം പറഞ്ഞു. നാരദ മഹർഷിയെ കണ്ടപ്പോൾ, അവതാരത്തിനൊക്കെ മുമ്പ് വന്നെങ്കിലും ഇത് കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, അങ്ങ് പറഞ്ഞ് ശരിയാ, എല്ലാം ദേവന്മാരുടെ മായ. അവരിങ്ങനെ വഞ്ചിക്കുന്നു വിചാരിച്ചില്ല. ദേവകിയുടെ 8ാമത്തെ പുത്രൻ അഷ്ടമോ ഗർഭ എന്നൊക്കെ പറഞ്ഞിട്ടും അഷ്ടമൻ അല്ല വന്നത്, ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ബോധ്യമായി ദേവന്മാരുടെ മായ അന്ന് ഈ രൂപത്തിൽ വന്നേക്കാം. എന്നാൽ അതിനെ ഇല്ലാതാക്കാൻ നോക്കുമ്പോഴേക്കും
സദ്യോ ദേവി അംബരം ഗതാ. ദേവി ആകാശമാർഗത്തിൽ പോകുന്നു, സാക്ഷാത് കാത്യായനിയായിട്ട്. അഷ്ടഭുജങ്ങളോടുകൂടി അതിലൊക്കെ ആയുധങ്ങൾ. ദേവിക്ക് എന്നെ നിഗ്രഹിക്കാൻ ഒരു നിമിഷം വേണ്ടു. അത്ര മൂർച്ചയേറിയിട്ടുള്ള ആയുധങ്ങളും അങ്ങനെയാണ് ദേവിയുടെ പ്രഭാവം. പക്ഷെ അത് ചെയ്തില്ല. അപാര കരുണാമൂർത്തിയാണ്. നിഗ്രഹിച്ചില്ല എന്ന് മാത്രമല്ല, വലിയൊരു ഉപകാരവും ചെയ്തു. എന്താ അത്? യാതഖലു തവാന്തകൃത് ബഭൂവ ഭവദന്തക ക്വചന ചിന്ത്യതാന്തേഹിതം. നിൻ്റെ അന്തകൻ ഒരിക്കൽ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നെ നിഗ്രഹിച്ചിട്ടൊന്നും എനിക്കൊരു പ്രയോജനമില്ല. നിൻ്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞു. എവിടെയാണെന്ന് പറഞ്ഞില്ല, ഒരു സ്ഥലത്ത് അന്വേഷിച്ച് നടന്നോളാൻ പറയും. ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ദേവി വലിയ ഉപകാരം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഞാൻ ആളുകളെയൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഒരാളൊക്കെ പോയാൽ മതിയെങ്കിൽ ഞാൻ അനവധി ആൾക്കാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരെല്ലാ ദിക്കിലും തിരഞ്ഞ് ആ ഒരു ചൈതന്യം, അവതാരമൂർത്തികൾക്ക് എന്തുണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലും ചൈതന്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബാലന്മാരെ മുഴുവൻ നിഗ്രഹിക്കാൻ. നിർദ്ദശാംശ ഹനിഷ്യാമോദ്യവൈ ശിശുൻ. ഈ അടുത്ത കാലത്ത് ജനിച്ച് കുട്ടികളെ മുഴുവൻ ഞങ്ങൾ നിഗ്രഹിച്ചോളാം. എല്ലാവരെയും വേണ്ട. കാരണം അവതാരമൂർത്തികൾക്ക് ഒരു പ്രത്യേക ചൈതന്യം ഉണ്ടാവും. യദ്യത് വിഭൂതിമത് സത്വം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ചൈതന്യവത്തായിട്ടുള്ള കുട്ടികളെ മാത്രം അതിങ്ങനെ ഒക്കെ നിഗ്രഹിക്കാനായിട്ട് ആളുകളെ പറഞ്ഞയച്ചുകൊണ്ടിരുന്നുള്ളൂ. അപ്പോഴാണ് പറഞ്ഞത്, ദേവന്മാർ അസത്യമൊന്നല്ല, ദൈവമപ്യനൃതം വക്രി എന്നൊക്കെയാണ് കംസൻ പറഞ്ഞു. അതൊന്നല്ല, ദേവതകളുടെ വാക്കൊരിക്കലും അസത്യമാവില്ല. അവർ സത്യവാക്കുകളാണ്. സത്യവാചാഹ ദേവതാഹ എന്നാണ്. അവർ സത്യവാക്കുകളാണ്. അങ്ങയുടെ അപ്പോൾ അത് അവർ പറഞ്ഞ് ശരിയാണ്. അങ്ങയുടെ പെൺകുട്ടി ജനിച്ചു എന്നൊക്കെ പറയില്ലേ, അതൊന്നല്ല, ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെയായിരുന്നു. അതാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞു. അതാണ് കൃഷ്ണൻ. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ദേവകിയുടെ പുത്രനെയല്ലോ കണ്ടത്, ഒരു പെൺകുട്ടിയാണല്ലോ. അത് യശോദയുടെ പുത്രിയാണ്, യശോദയുടെ കുട്ടിയാണ്. വസുദേവരെ ദേവകീപുത്രനെ എടുത്തുകൊണ്ടുപോയി അവിടെ കൊണ്ട് കിടത്തി. നന്ദഗ്രഹത്തിൽ നിന്ന് യശോദാപുത്രി ഇവിടെ കൊണ്ട് കിടത്തിയതാണ് വസുദേവരെന്നുള്ളത്. ഇത് കേട്ടപ്പോഴാണ് നല്ല ഭക്തി ബഹുമാനത്തോടുകൂടി പെരുമാറുന്ന ഇയാൾ തന്നെ വഞ്ചിച്ചു അല്ലേ എന്നാണ്. ഇപ്പം തന്നെ നിഗ്രഹിച്ചേക്കാം എന്ന് പറഞ്ഞ് വാളെടുത്ത് വെട്ടാൻ നോക്കിയപ്പോഴാണ് നാരദ മഹർഷി പറഞ്ഞു, തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ചെയ്യരുത്. അദ്ദേഹം ഇഷ്ടം പോലെ ചെയ്തതല്ല, അങ്ങേ വഞ്ചിച്ചതൊന്നുമല്ല. ഏത് രൂപത്തിലാണ് വന്നതെന്നറിയോ? തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം. അതിമനോഹരമായിട്ടുള്ള ഇങ്ങനെയൊക്കെയാണ്. ഇത് കണ്ട് അത്ഭുതമായിട്ട് സ്തുതിച്ചു. അപ്പം പറഞ്ഞു, ഭയമുണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞത്, ഈ രൂപം ഉപസംഹരിക്കണം എന്നൊക്കെ. ഭയമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, എന്നെ ഗോകുലത്തിൽ കൊണ്ട് കിടത്തിക്കോളൂ എന്നാണ്. യതി കംസാത് വിഭേഷിത്വം, കംസനെ ഭയമുണ്ടെങ്കിൽ തരിഹി മാം ഗോകുലം നയാ, എന്നെ വേഗം ഗോകുലത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ. എന്നിട്ട് പിന്നെന്ത് വേണം? മന്മായാം ആനയാശുത്വം യശോദാ ഗർഭസംഭവാം. അവിടെ യശോദ തൽപ്പത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടാവും, നല്ല തേജസ്സുള്ള. അതിനെ ഇവിടെയും കൊണ്ട് കടത്തിക്കൊള്ളാൻ പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ ചോദിച്ചു എങ്ങനെ കൊണ്ടുപോകാൻ എന്നൊക്കെ ചിന്തിച്ചു വസുദേവർ. കാരണം കാവൽക്കാരുണ്ട്, ചങ്ങലയിട്ട് കൈകാലുകളൊക്കെ ബന്ധിച്ചിരിക്കുന്നു, എല്ലാ വാതിലുകളും മടച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ എങ്ങനെ കൊണ്ടുപോകാൻ എന്നൊക്കെ ചിന്തിച്ചു. നോക്കുമ്പോഴാണ് എല്ലാം തുറന്ന് കിടക്കുന്നു.
കാവക്കാരൊക്കെ യോഗമായയുടെ പ്രഭാവം കൊണ്ട് നല്ല ഉറക്കത്തിൽപ്പെട്ടു. അങ്ങനെ കൊണ്ട് അവിടെ കിടത്തി. യശോദാ തൽപ്പത്തിൽ നിന്ന് പെൺകുട്ടി ഇവിടെ കൊണ്ട് കിടത്തി. അതിനെയാണ് അങ്ങ് നിഗ്രഹിക്കാൻ പുറപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ അനർത്ഥങ്ങൾ. അല്ലാണ്ട് ദേവന്മാരെ ആ സത്യമൊന്നും പറഞ്ഞില്ല, എല്ലാം സത്യം തന്നെ എന്ന് പറഞ്ഞപ്പോഴാണ് ആകെ ഭയം കൂടുതലായി. പിന്നെ ആരെയും പിന്നെ അങ്ങ് ചില ആൾക്കാരെ പറഞ്ഞു വെച്ചു എന്ന് പറഞ്ഞില്ലേ, അവരെല്ലാവരും ഈ രാമകൃഷ്ണന്മാരും നിഗ്രഹിച്ചു കഴിഞ്ഞു വളരെ നിഷ്പ്രയാസം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ 100 ഇരട്ടി ഭയമായി. ഇനി ആരെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലും പറഞ്ഞ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനുള്ള വഴി ആലോചിക്കുകയായി. ദുർമന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറയും ഇവിടെ ഒരു വലിയ യാഗം നടത്തുക എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ വലിയൊരു ഉത്സവം, രാജാക്കന്മാരൊക്കെ വീരന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെ അവർക്ക് ജയത്തിന് വേണ്ടിയിട്ട് വില്ലൊക്കെ വച്ച് പൂജിക്കാമെന്നൊരു സമ്പ്രദായമുണ്ട്. അതുപോലെ ചെയ്താൽ മതി, അപ്പോൾ ആരും തെറ്റിദ്ധരിക്കില്ല. അതിനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുക. ഗൂഗലത്തിൽ പ്രത്യേകം പറയാം. എല്ലാവരോടും രാജാവിൻ്റെ കൽപ്പനയായിട്ട് ഉത്സവത്തിനായിട്ടൊക്കെ അവരെയൊക്കെ ക്ഷണിക്കുക. അവരൊക്കെ വരുന്നവർ വരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. രാമകൃഷ്ണന്മാരെ എങ്ങനെയായാലും കൊണ്ടുവരണമെന്ന് അതിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തു. മല്ലന്മാരെയൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. കുവലയാപീഠത്തെ ഗോപുരത്തിൽ നിർത്തണം, അതെല്ലാം അതുപോലെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ആരെയാണ് പറഞ്ഞയക്കേണ്ടത്. അങ്ങനെയാണ് അക്രൂരരെ പറഞ്ഞയക്കലും അക്രൂരത്ത് തിരിച്ചു വരലും. ആ നദിയിൽ മുങ്ങിയ സമയത്ത് പെട്ടെന്ന് തന്നെ അക്രൂരൊക്കെ കാണിച്ചു കൊടുത്തു ഭഗവാൻ പല രൂപങ്ങളും. അക്രൂരസ്തുതി എന്നുള്ള 40-ാമത്തെ അധ്യായത്തിൽ അതാണ്. സ്തുതി മാത്രമായിട്ട് ഭാഗവതത്തിലെ ഒരേ ഒരു അധ്യായം അതാണ് 40-ാമത്തെ അധ്യായം, അക്രൂരസ്തുതി. എല്ലാം കണ്ട് സ്തുതിച്ചു. എന്തിനാ ഭഗവാൻ അത് കാണിച്ചു കൊടുത്തേ? ഒന്നാമത് തൻ്റെ ഭക്തൻ അക്രൂരർക്ക് ഒരു ഭയം, താനല്ലേ കൊണ്ടുപോകുന്നത്, അവിടെ കൊണ്ടുപോയാൽ ഇവരെ നിഗ്രഹിക്കാനല്ലേ പോണത്, അതിന് താനൊരു കാരണക്കാരനാവുമല്ലോ എന്ന് വിചാരിച്ചു. ആ ഭയം തീർക്കാനാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തത്. അതാത് സമയത്ത് അവതരിച്ച് മത്സ്യകൂർമാദി രൂപങ്ങൾ സ്വീകരിച്ച് എത്ര ശക്തനാണെങ്കിലും അവരെയൊക്കെ നിഗ്രഹിച്ച ആൾ ഞാനാണ്, ഒന്നും ഭയപ്പെടേണ്ട എന്ന് കാണിക്കാനാണ് എല്ലാ രൂപം കാണിച്ചു കൊടുത്തു. അതൊക്കെ പാടി സ്തുതിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഭഗവാന്റെ അടുക്കലേക്ക് വരുന്നു. ഭഗവാൻ ചോദിച്ചു, എന്താ അങ്ങേ കാണുമ്പോൾ വലിയ എന്തോ ഒരു അത്ഭുതം കണ്ട പോലെ എന്ന് ചോദിച്ചപ്പോഴാണ്, എന്താ അത്ഭുതം? അങ്ങേ കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ അത്ഭുതമുണ്ടോ ലോകത്തിൽ എന്ന് മാത്രം മറുപടി പറഞ്ഞു എന്നാണ്. എന്നാൽ കുറേ താമസിച്ചു. ഇപ്പോൾ സമയമൊക്കെ പോയി, വേഗം പോവാമെന്ന് പറഞ്ഞു. വീണ്ടും യാത്ര തുടർന്നു. മധുരയുടെ അതിർത്തി പ്രദേശം എത്തി. അപ്പോഴാണ് ഭഗവാന്മാർ പറഞ്ഞു, അക്രൂര് പറഞ്ഞു, തേരൊക്കെ അവിടെ നിർത്തും, ഞങ്ങളിതെല്ലാം വന്നിട്ടുണ്ടെന്നൊക്കെ രാജാവിൻ്റെ അടുക്ക് പോയി പറഞ്ഞാൽ മതി. ഞങ്ങൾ ഈ നഗരം, മനോഹരമായിട്ടുള്ള ഈ നഗരമൊക്കെ നോക്കി കാണട്ടെ എന്നാണ്. ഭഗവാന് നഗരം കാണേണ്ട ആവശ്യമുണ്ടോ? കോടാനുകോടി പ്രപഞ്ചങ്ങൾ സങ്കല്പമാത്രം കൊണ്ട് സൃഷ്ടിച്ച് നിലനിർത്തി സംഭരിക്കുന്ന ഭഗവാൻ എന്ത് കാണാനുള്ളത്? ഭഗവാന്റെ ഉദ്ദേശം അതല്ല. എത്രയോ ആളുകൾ ഭഗവാനെ കാണാൻ കൊതിച്ചിരിക്കുന്നുണ്ട്. കംസനെ ഭയപ്പെട്ടത് പുറമേ പറയാൻ പോലും അവർക്ക് ധൈര്യമില്ല. പറഞ്ഞ ആ നിമിഷത്തിലെ കഴുത്ത് വെട്ടും. ആ സുന്ദരമായ രൂപം ഒന്ന് കാണാതെ ഈ ജന്മം കഴിഞ്ഞു പോകുമോ, പാഴായി പോകുമോ ജന്മം? ഭഗവാൻ അതിനു വേണ്ടി തന്നാണ് ഈശ്വര ദർശനത്തിന്, ഈശ്വര സാക്ഷാത്കാരത്തിന്. ബ്രഹ്മാവലോകധിഷണം എന്നാണ് അതിന് തന്നേക്കണതാണ് എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞുകൂടുന്ന ആളാണ്. അപ്പോൾ അവരെ അനുഗ്രഹിക്കലാണ്, അവർക്ക് ദർശനം കൊടുക്കലാണ് ഭഗവാന്റെ അവിടെ പ്രധാനമായിട്ടുള്ള കർത്തവ്യം ആദ്യം ചെയ്യേണ്ടത്. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അതിനാണ് അക്രൂർ പറഞ്ഞു തിരിച്ചു പോക്കോളെ. അക്രൂർക്കും വലിയ വിഷമായി. അക്രൂരുടെ ചിന്ത എന്തായിരുന്നു? ഇവരെ കൊണ്ടുപോയി ഗൃഹത്തിൽ കൊണ്ടുപോയി അവരെ വേണ്ട പോലെയൊക്കെ സൽക്കരിച്ച് ഭക്ഷണമൊക്കെ, ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് ഒന്ന് വിശ്രമിക്കുക. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ കംസൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാമെന്നാണ് എന്നൊക്കെയായിരുന്നു
തൻ്റെ ഗൃഹത്തിൽ വരുന്നില്ല എന്നറിഞ്ഞപ്പോഴേക്കും വല്ലാതെ വിഷമമായി പാദത്തിൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ പറഞ്ഞു, വിഷമിക്കണ്ട, അങ്ങയുടെ ഗൃഹത്തിലൊക്കെ ഞാൻ വരാം, ഞങ്ങളൊക്കെ വന്നു ചേരാം, ഇപ്പം ഈ നഗരമൊക്കെ ഒന്ന് നോക്കി കാണട്ടെ എന്നും പറഞ്ഞ് ഭഗവാൻ നഗരത്തിൽ പ്രവേശിക്കുക. അപ്പോഴൊരു നിമിഷ നേരം കൊണ്ട് എല്ലാവരും പറഞ്ഞു, ഇതാ രാമകൃഷ്ണന്മാർ വന്നിരിക്കുന്നു. കാണാനായിട്ട് എല്ലാവരും വലിയ വലിയ മാളിക മുകളിലൊക്കെ കയറുന്നു. കൃഷ്ണൻ ഒരു ദിവസം വരും എന്ന് വിചാരിച്ച് വരുമ്പോൾ കൊടുക്കാനായിട്ട് പട്ടുവസ്ത്രങ്ങളുണ്ട്, പല നിവേദ്യങ്ങളുണ്ട്, പലതും അവർ കരുതി വച്ചിട്ടുണ്ട്. അതൊക്കെ ഭഗവാന് കൊടുക്കണം എല്ലാവരും. ഭഗവാൻ ചിന്തിച്ചു, ഇനി ഒരു നിമിഷം പോലും തൻ്റെ രൂപം അവരുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകരുത്. കണ്ണ് തുറന്നിരിക്കുമ്പോൾ കാണുന്ന പോലെ, തൻ്റെ മുമ്പിൽ കാണുന്ന പോലെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ള സങ്കല്പകത്വം കൊണ്ടാണ് അവരെ മുഴുവൻ അനുഗ്രഹിച്ചത്. അവരെല്ലാം പറയാ, ഗോകുലത്തുള്ള ആളുകളൊക്കെ എത്ര പുണ്യം ചെയ്ത ആൾക്കാരാ. ഗോപ്യാഹ തപാക്കിമചരൻ മഹത്, എത്ര തപസ്സാ അവർ ചെയ്തേക്കണേ. ഈ സുന്ദര രൂപം നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നിട്ടിപ്പോൾ ഒരു നിമിഷം കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റാതാവും. അപ്പോൾ അവരാണെങ്കിലോ അഹോ ഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ആ സുന്ദര രൂപം കണ്ടും ഒപ്പം കളിച്ചും എത്ര കൃതപുണ്യപുഞ്ജാഹ സാഗം വിജഹ്രുഹു കൃതപുണ്യപുഞ്ജാഹ. ഈ കൃഷ്ണൻ്റെ ഒപ്പം കളിച്ചിറക്കുന്ന ആളിലൊക്കെ എത്ര കോടി കോടി ജന്മങ്ങളിലാണ് പുണ്യം ചെയ്തേക്കണേ, അവരൊക്കെ എത്ര പുണ്യം തപസ് ചെയ്ത ആളുകളാണ് എന്നൊക്കെ ചിന്തിച്ചുണ്ട്. അപ്പോഴാണ് ഭഗവാൻ ഒരിക്കലും അവരെ മനസ്സിൽ നിന്ന് തൻ്റെ രൂപം മാഞ്ഞു പോകരുത്, ആ രീതിയിൽ അനുഗ്രഹിച്ചുകൊണ്ട് നടക്കും. അപ്പോഴാണ് ഓരോരോ സ്വഭാവക്കാരെ വർണ്ണിക്കുക. അങ്ങനെ നടക്കുമ്പോഴാണ് കംസന് ആ കളഭമൊക്കെ കൊണ്ടുപോകുന്ന കുറിക്കൂട്ട് കൊണ്ടുപോകുന്ന കുബ്ജയെ കാണുന്നു. ശരീരത്തിന് 2-3 വളവൊക്കെ ഉണ്ട്, ത്രിവക്ര എന്നൊക്കെ പറയും. എല്ലാവരുടെ പരിഹാസത്തിന് പാത്രം. എല്ലാവരുടെ പരിഹാസത്തിന് പാത്രമാവുക കാരണം എന്തായി, മനസ്സിൽ യാതൊരു മാലിന്യമില്ല, ശുദ്ധമായിട്ട് തീർന്നു. ആളുകൾ നമ്മളെ പാടി പുകഴ്ത്തുമ്പോൾ നമുക്ക് അഹങ്കാരം വരും, മനസ്സൊക്കെ മലിനമായിട്ട് തീരും. എല്ലാവരും നിന്ദിക്കുമ്പോഴോ അപ്പം മാത്രമാണ് ഈശ്വര വിചാരം വരിക. അപ്പോൾ എത്ര ദുഃഖം വരണോ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ മഹാപ്രഭോ എന്ന് അങ്ങനെ ശുദ്ധ മനസ്സ് ഉള്ള ആൾക്ക് മാത്രമേ പറയാൻ പറ്റൂ. അതിന് മറ്റുള്ളവരെ നിന്ദിച്ചാൽ അവരെയാണ് കൂടുതൽ മാനിക്കേണ്ടത്. നമ്മൾ നന്നാവണം എന്നുള്ള ആളുകളാണ് അങ്ങനെയൊക്കെ പറയാം, നമ്മൾ ശകാരിക്കുക. അതല്ലാത്തവർ തെറ്റുപോലെ ശരിയെന്ന് പറഞ്ഞ് പാടിപ്പുകഴ്ത്തും. അപ്പോൾ അത് ശരിയെന്ന് വിചാരിച്ച് കൂടുതൽ അഹങ്കരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ പരിഹാസത്തിന് പാത്രമാവുക കാരണം നല്ല ശുദ്ധ മനസ്സ്. ഭഗവാൻ ചിന്തിച്ചു ആ മനസ്സിൻ്റെ സൗന്ദര്യം ശരീരത്തിനും കൂടി ഉണ്ടാക്കണമെന്ന്. അങ്ങനെയാണ് ഭഗവാൻ ഹേ സുന്ദരി എന്ന് വിളിച്ചു എന്നാണ്. ആരും തന്നെ ഇങ്ങനെ വിളിച്ചിട്ടില്ല, ഇങ്ങനെ ശബ്ദം താൻ കേട്ടിട്ടില്ല. ആൾക്കാർ വിളിക്കാറുണ്ട്, അത് പരിഹസിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും. ഇതങ്ങനെയല്ല, ശരിയായിട്ടുള്ളൊരു ഇതേവരെ കേൾക്കാത്തൊരു അപൂർവമായ ശബ്ദം, മനോഹരമായ ശബ്ദം. തല ഉയർത്തി നോക്കുമ്പോഴല്ലേ ആ ത്രിഭുവന കമനം തമാലരൂപം, ത്രൈലോക്യ മോഹനമായിട്ടുള്ള ആ രൂപം കാണുന്നു. ഭഗവാൻ എന്താപ്പം അങ്ങനെ വിളിച്ചത്? ഭഗവാൻ മയാ ഭാവോഹി ഗൃഹ്യതേ. ഞാൻ ഈ ശരീരത്തിൻ്റെ എല്ലാം നോക്കുക, മനസ്സിൻ്റെ നോക്കുക. നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ചാൽ ഭഗവാൻ അതിൻ്റെ രസമാണ് എടുക്കുക, ബാഹ്യമായിട്ടുള്ള കയ്യിലുണ്ടാവും. ആണ് മയാ രസം സമർപ്പിതം എന്നാണ്. രസമാണ്, രസഹ സമർപ്യതേ, രസമാണ് എടുക്കുക ഭഗവാൻ. അതുപോലെ ഹൃദയമപി മുഷിത്വാ എന്നാണ്. ഭഗവാൻ പല വികൃതികൾ ചെയ്തപ്പോൾ എന്താ, നെയ്യും പാലും ഇതൊന്നുമല്ല ഭഗവാൻ എടുത്ത്, ഹൃദയം അവരെടുത്തു എന്നാണ്.
ആ മനോഹരനാണ് ഭഗവാൻ. മനസ്സിനെ ആഹരിക്കുക, അത് എടുത്ത് ശുദ്ധാക്കിയിട്ട് തിരിച്ചു കൊടുക്കും. ഇതാണ് ഭഗവാന്റെ. അതുകൊണ്ട് അങ്ങനെ ആ മനസ്സിനെ, സുന്ദരമായുള്ള മനസ്സുള്ളവളെ എന്ന അർത്ഥത്തിലാണ് ഭഗവാൻ സുന്ദരി എന്ന് വിളിച്ചത്. അപ്പോൾ ഇത്രയും അവർ ആ രൂപമെല്ലാം കണ്ട് ഭഗവാൻ ചിന്തിച്ചു, ആ മനസ്സിൻ്റെ ആ സൗന്ദര്യം ശരീരത്തിലും കൂടി അങ്ങോട്ട് പകർന്നു കൊടുക്കാതെ. അങ്ങനെയാണ് ഭഗവാൻ ഒന്ന് സ്പർശിച്ചപ്പോഴേക്കും ത്രൈലോക്യ മോഹനമായിട്ടുള്ള രൂപമായി. തൻ്റെ ഗൃഹത്തിൽ വരണം എന്നൊക്കെ പറഞ്ഞു, പിന്നീട് വരാമെന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിച്ചു. വീണ്ടും നടക്കുമ്പോഴാണ് കംസന് വസ്ത്രമെല്ലാം കൊണ്ട് നടക്കുന്ന ആളെ കാണുന്നു. ഭഗവാൻ ഒരാളെ അനുഗ്രഹിക്കണമെന്ന് വിചാരിച്ചാൽ യാചിക്കാൻ പോലും ഭഗവാന് യാതൊരു വിഷമവും ഇല്ല. ദേഹി വാസാംസി, യാചിക്കുകയാണ്, തരുമോ ഞങ്ങൾക്ക് ആ വസ്ത്രങ്ങൾ. ഞങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഈ മനോഹരമായ നഗരത്തിലൊക്കെ നടക്കുമ്പോൾ അതിന് പറ്റിയിട്ടുള്ള വേഷം വേണ്ടേ, തരുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ മറുപടി പറയേണ്ടത്? ശരിക്ക് തരണമെന്നുണ്ട് നിങ്ങൾക്ക്, പക്ഷേ ഇത് രാജാവിൻ്റെ വസ്ത്രങ്ങളാണ്, രാജകൽപ്പന കൂടാതെ ഞാനെങ്ങനെ തരാനാ, ക്ഷമിക്കണേന്നാണ് പറയേണ്ടത്. അങ്ങനെ അഹങ്കാരം കൊണ്ട് പറഞ്ഞു. എന്തു പറഞ്ഞു? രാജദ്രവ്യങ്ങളാണോ നിങ്ങൾ ചോദിക്കുന്നത്? അഹങ്കാരം കൊണ്ട് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഓടിപ്പോക്കൊള്ളാനാ പറയും. എന്തു ചെയ്യും? യാചിച്ചിട്ട് പോലും ഫലം ഉണ്ടായില്ല, കൊടുക്കാൻ പുണ്യമില്ല. സദ്യസ്തസ്യ കരേണ ശീർഷമഹൃതാഃ സോപ്യാപപുണ്യാംഗതിം. ആ ജീവന് ശരീരബന്ധം അങ്ങോട്ട് വിടർത്തി കൊടുത്തു. ഇത് എത്ര കാലം തപസ് ചെയ്ത് അങ്ങനെയൊക്കെ നേടേണ്ട സാധനമാണ്, ഭഗവാൻ എളുപ്പത്തിൽ കൊടുത്തു. അതാണ് സ്വയം കൃഷ്ണാവതാരോ ജയതി എന്ന് പറയാൻ കാരണം. നിരോധമാണല്ലോ വിഷയങ്ങളിലേക്ക് പോയിരിക്കുന്ന ആ മനസ്സിനെ ഭഗവാനിലേക്ക് ആക്കി തീർക്കുക. അതിന് പ്രാണായാമാദികളാണ്, പക്ഷെ അതൊക്കെ ക്ലേശമുള്ളതാണ്. കൃഷ്ണാവതാരത്തിൽ ആ ക്ലേശമില്ലാതെ എല്ലാവരെയും മനസ്സും തന്നിലേക്കാക്കുക. ശരീരബന്ധം വിടർത്തി മനസ്സിനെ, അത് പല തരത്തിലാണെന്ന് മാത്രം. ഈ ആളുടെ ഈ വസ്ത്രം കൊണ്ടുവന്ന് ആളുടെ ഇങ്ങനെയാണ് ചെയ്തതെന്ന് മാത്രം. ചോദിച്ചിട്ട് പോലും കൊടുത്തില്ലെങ്കിലും ഭഗവാൻ സോപ്യാപപുണ്യാംഗതിം. എത്രയോ ജന്മങ്ങളെ കൊണ്ട് തപസ് കൊണ്ട് നേടേണ്ടത് ആ ആളത് നേടിയെന്നാണ്. അപ്പോൾ ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല, എന്നാലും ഭഗവാൻ അനുഗ്രഹിച്ചു. അതാണ് സ്വയം കൃഷ്ണാവതാര എന്നൊക്കെ വീണ്ടും വീണ്ടും പറയും. പിന്നെ നടക്കുമ്പോൾ മറ്റൊരാൾ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾ ചോദിക്കേണ്ടി വന്നില്ല, അല്ലാതെ തന്നെ കൊടുത്തു. ഏതെല്ലാമാണോ എത്രയാണോ കൊടുത്തത് അതിൻ്റെ അയുതശതം എന്നാണ്, ഇരട്ടിച്ചഭീഷ്ടം കൊടുക്കാൻ വർത്തിക്കും. എത്രയാണോ ചോദിച്ചത് അതിൻ്റെ 100 ഇരട്ടിയാണ്. എന്താണോ ഭഗവാൻ ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നത് അതിൻ്റെ 100 ഇരട്ടിയായിട്ടാണ് ഭഗവാൻ കൊടുക്കുക. അങ്ങനെ അവർക്ക് എല്ലാം കൊടുത്ത് അനുഗ്രഹിച്ചു. മറ്റൊരു ഭക്തൻ കാത്തിരിക്കുന്നുണ്ട്, സുധാമാവ്. പലരും പറഞ്ഞു, ഇതാ കൃഷ്ണൻ വന്നു, രാമൻ വന്നു, കൂട്ടുകാരായിട്ട് വന്നു, വലിയ ഉത്സവമായിരുന്നു എന്നൊക്കെ ഓരോ ഗൃഹത്തിലെ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ സുധാമാവിന് പൂർവ്വസുഹൃതം കണ്ടൊരു തോന്നൽ, തൻ്റെ ഗൃഹത്തിലും ഒരു ദിവസം വരുന്നു. ഇങ്ങനെ കാത്തിരിക്കും. വരുമ്പോൾ കൊടുക്കാനായിട്ട് പൂക്കൾ മാലകളെല്ലാം ഒരുക്കി വയ്ക്കും. വൈകുന്നേരം ആകുമ്പോൾ കാണില്ല. പരാതിയൊന്നുമില്ല, ഗൃഹത്തിന് വേണ്ട അത്ര ശുദ്ധിയില്ല, ഭക്തിയില്ലാതെ എനിക്ക്, അതുകൊണ്ടാണ് വരാത്തത്. എന്നാൽ നാളെ കുറച്ചും കൂടി ഭക്തിയോടുകൂടി ആവാമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം കുറച്ചും കൂടി നേരത്തെയൊക്കെ എഴുന്നേറ്റും ആ ഗൃഹമെല്ലാം ശുദ്ധീകരിച്ച് കൂടുതൽ ശ്രദ്ധയോടുകൂടി പൂക്കളും മാലകളും ഒരുക്കി വയ്ക്കും. വൈകുന്നേരം ആകുമ്പോൾ കാണില്ല, ഭഗവാന്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ച് അതിൽ ചാർത്തും. ഇങ്ങനെയുള്ള സുധാമാവിൻ്റെ ഗൃഹത്തിലേക്കാണ് ചെല്ലുന്നത്. എത്ര സന്തോഷം ഉണ്ടാവും. എല്ലാം കൊടുത്ത് ആത്മസമർപ്പണം, ആത്മനിവേദനം തന്നെ തന്നെ അങ്ങോട്ട് സമർപ്പിച്ചു. പാദത്തിൽ കണ്ണുനീരോടുകൂടി നമസ്കരിച്ചു. ഭഗവാൻ ചോദിച്ചു, എന്താ വേണ്ടേ സുധാമാവേ? സോഭിവ്രേ അചലാം ഭക്തി. ഭഗവാനെ നിരന്തരം അവിടുത്തെ സ്മരണ വേണം എന്ന് മാത്രമല്ല, എല്ലാവർക്കും അവിടുത്തെ ഭക്തന്മാരുണ്ടല്ലോ
അവരെയും പൂജിക്കാൻ കഴിയണം. ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഭഗവാൻ ഇതിൻ്റെ അടുക്ക ചോദിക്കണം. ഭഗവാൻ ഇതെല്ലാം കൊടുത്ത് അനുഗ്രഹിച്ചുകൊണ്ടാണ് പിന്നീടുള്ള യാത്ര. അങ്ങനെ പിന്നെ ചാണൂരൻ മുഷ്ടികനൊക്കെ ആയിട്ടുള്ള യുദ്ധം, കംസന് കാലനേമി അറിഞ്ഞല്ലോ, ആ കംസ സൽഗതി കൊടുക്കുന്ന രംഗങ്ങൾ, ഇതൊക്കെയാണ് ഇനി വർണ്ണിക്കാനുള്ളത്. എത്രയും ഭഗവാനെക്കുറിച്ച് സ്മരിക്കണോ, എത്രയും നേരം സ്മരിക്കണോ അത്രയും നമുക്ക് ഭാഗ്യമായിട്ട് കരുതാം. അത് പറഞ്ഞാലും കേട്ടാലും ഒക്കെ തന്നെ ഒരു പുണ്യമായിട്ട്. അപ്പോൾ എത്രയോ സുഹൃതം കൊണ്ട് നമുക്ക് കേൾക്കാൻ കഴിയണം. കൂടുതലായിട്ട് നമുക്കത് ആ കഥാമൃതം പാനം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുഷ്പാഞ്ജലി പോലെ ഈ വാക്കുകൾ സമർപ്പിക്കണം. അടുത്ത വചനങ്ങളൊക്കെ, മഹത് വചനങ്ങളൊക്കെ നമുക്ക് ക്രമത്തിൽ ശ്രമിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.